സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യുമ്പം നമ്മുടെ ബിസിനസ് എന്താണെന്ന് ആദ്യം ഡിഫൈൻ ചെയ്യണം. നമ്മുടെ ബിസിനസ് നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ഓഡിയൻസ് ആരാണ്? ടി ജി ഗ്രൂപ്പ് എന്ന് പറയാം. ടി ജി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാർഗറ്റ് ഗ്രൂപ്പ് ഓഡിയൻസ്. ഓരോ ബിസിനസ്സിനും ഇപ്പോൾ സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു ഗ്രോസറി ഷോപ്പാന്ന് വെച്ചോളി. ആ ഗ്രോസറി ഷോപ്പിലേക്ക് വരുന്ന ആളുകളുടെ ടാർഗറ്റ് ഗ്രൂപ്പ് അവർക്കറിയാലോ. ഇന്ന ലൊക്കാലിറ്റിയിലുള്ള ഈ ഷോപ്പ് ഇവിടെയാണെങ്കിൽ ഇവിടെ ഒരു 20 കിലോമീറ്റർ 30 കിലോമീറ്ററുള്ള ആളുകളായിരിക്കും അല്ലേ. അതല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഏത് സ്റ്റുഡൻസിനെ അവർ ടാർഗറ്റ് അവർക്കറിയാം. ഒരു ഡിഗ്രി ഗ്രാജുവേഷൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസാണെങ്കിലോ അവിടെ ഗ്രാജുവേഷൻ സ്റ്റുഡൻസ് ആണെങ്കിൽ +2 കഴിഞ്ഞ സ്റ്റുഡൻസാണ് അവർ ടാർഗറ്റ് ഗ്രൂപ്പ്. അല്ലെങ്കിൽ +2 കഴിഞ്ഞ സ്റ്റുഡൻസുള്ള പാരൻസ് ആണ് ഇവിടെ ടാർഗറ്റ് ഗ്രൂപ്പ്. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സ്ട്രാറ്റജികൾ ഡിഫൈൻ ചെയ്യാൻ. അപ്പം നമ്മളവിടെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? ഏജ് ഓഫ് ദ ടാർഗറ്റ് ഓഡിയൻസ് ഇല്ലേ. സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ ഏജ് ഗ്രൂപ്പ്. ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഏജ് എത്ര നമുക്ക് ഏകദേശം അറിയാം. ആ ഏജ് ഗ്രൂപ്പ് ടാർഗറ്റ് ചെയ്യണം. പിന്നെ അവരുടെ പാരൻസിന് എത്ര ഏകദേശം ഉണ്ടാകുന്ന ഏകദേശം നമുക്ക് ധാരണ കിട്ടും അല്ലേ. ഈ ഒരു ഡിഗ്രി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് എനിക്കുണ്ടെങ്കിൽ അവരുടെ പാരൻസിൻ്റെ ഏജ് എന്തായിരിക്കും? ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടെങ്കിൽ അവരുടെ പാരൻസിന് ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഫേസ്ബുക്കിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റും, ഗൂഗിളിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കറക്റ്റ് നമ്മൾ ടാർഗറ്റ് ഗ്രൂപ്പ് ക്ലിയറായി ഡിഫൈൻ ചെയ്താൽ ജിയോഗ്രാഫിക് ലൊക്കേഷൻ ഡിഫൈൻ ചെയ്യണം. അത് മസ്റ്റാണ് അല്ലേ. എവിടെ ലൊക്കേഷൻ? ഇപ്പോൾ നമ്മുടെ സ്ഥാപനം ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം നമ്മൾ പറയുന്നത്. എഡ്യൂക്കേഷൻ സ്ഥാപനം ഇവിടെയാണ്, കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റിനെ ബേസ് ചെയ്തിട്ട് ഏകദേശം ഒരു 20 കിലോമീറ്റർ റേഡിയസ് ഉള്ള ആളുകൾ വരെ വരാം, സ്റ്റുഡൻസുകൾ ഇല്ലേ. മാക്സിമം പോയാൽ ബസ്സും ട്രാൻസ്പോർട്ടൊക്കെ ഫെസിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ 20 കിലോമീറ്റർ മാക്സിമം ആണ്. പിന്നെ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റിയും കാര്യങ്ങളുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റുഡൻസിനെ നോക്കാം. അങ്ങനെ നമ്മൾ വയനാട് നോക്കാം, എൻ്റയർ കേരളം നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പിന് വ്യക്തമായ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞിട്ട് അത് ഡിഫൈൻ ചെയ്തിട്ട് വേണം ക്യാമ്പയിൻ ചെയ്യാൻ. എന്നിട്ട് അവർക്ക് ചെയ്യേണ്ടത് എന്താ? ഇപ്പോലെ റീൽസും ബൂസ്റ്റിംഗ് ആണോ ചെയ്യേണ്ടത്? ബൂസ്റ്റിംഗ് ആയിക്കോണമെന്നില്ല. ബൂസ്റ്റിംഗ് എന്തിനാണ്? നമ്മളൊരു ഫേസ്ബുക്കിൽ ഒരു ബാനർ ഉണ്ടാക്കി ബൂസ്റ്റ് ചെയ്ത് എന്താ സംഭവിക്കുന്നത്? എന്താണ് ബൂസ്റ്റിങ്ങിൽ സംഭവിക്കുന്നത് പറ, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ? ഒരു ബാനർ നമ്മൾ പ്രൊമോട്ട് ചെയ്താലോ, ഒരു ബാനർ ബൂസ്റ്റ് ചെയ്താലോ, അല്ലെങ്കിൽ റീൽ ബൂസ്റ്റ് ചെയ്താലോ ശരിക്കും എന്താ സംഭവിക്കുന്നത്? അതായത് നമ്മളെ ഒരു കാശ് 500 റുപ്പീസ് കൊടുത്തിട്ട് ഒരു ഡേയ്സ് വെച്ചിട്ട് ബൂസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് അങ്ങോട്ട് ബൂസ്റ്റ് ആവും. എങ്ങോട്ടെങ്കിലും ലൊക്കേഷൻ ഇല്ല. ബൈ ഡിഫാൾട്ട് ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ ഇവരെങ്ങനെ സെലക്ട് ചെയ്യുന്നത്? ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുന്നത്. ബൈ ഡിഫാൾട്ട് ഇന്ത്യ എന്ന് എടുക്കുന്നത്. അപ്പോൾ ഇന്ത്യ ലൊക്കേഷനിലേക്ക് അങ്ങോട്ട് ബൂസ്റ്റ് ആവും. ഇതിൻ്റെ ടാർഗറ്റ് ലൊക്കേഷൻ എറണാകുളം ആണെങ്കിൽ ഫേസ്ബുക്ക് ഓട്ടോമാറ്റിക് ലൊക്കേഷൻ എടുത്ത് ഇന്ത്യ എടുത്ത് അങ്ങോട്ട് ബൂസ്റ്റ് ആവും. അതാർക്കും അറിയില്ല, ഈ ഫേസ്ബുക്ക് ഓണർക്ക് അറിയില്ല. അതിലോ ടാർഗറ്റ് ഗ്രൂപ്പ് ഏജ് ഗ്രൂപ്പ് സെറ്റ് ചെയ്തിട്ടില്ല. ജോമെട്രിക് ലൊക്കേഷൻ ഡീറ്റെയിൽ ടാർഗറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഫേസ്ബുക്കിൽ. അതിനെപ്പറ്റി ആലോചിക്കുന്നതല്ല. ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഇവർക്കാർക്ക് വരികയല്ല, ഇവരാരും ഫേസ്ബുക്ക് സെലക്ട് ചെയ്യില്ല. ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്താ? ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ സ്റ്റുഡൻസിനെ നമുക്ക് ക്ലിയറായി ടാർഗറ്റ് ചെയ്യുക, അവരുടെ പാരൻസിനെ ടാർഗറ്റ് ചെയ്യുക, അവരുടെ ഇൻട്രസ്റ്റ് നോക്കുക. ഇൻട്രസ്റ്റ്, ബിഹേവിയർ ടാർഗറ്റിംഗ്. എന്താ ഇൻട്രസ്റ്റ്? ഇപ്പോൾ ഒരു പാരൻസിന് ഒരു സ്റ്റുഡൻസ്, ഇപ്പോൾ ഞാൻ ഡിഗ്രി പോകാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഞാൻ വാച്ച് ചെയ്യുന്നത് ചിലപ്പോൾ അതേ ബന്ധപ്പെട്ട സാധനമായിരിക്കും. BSc കോഴ്സിനെ പറ്റിയിട്ട്. BSc അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സാണ് അത്, അല്ലെങ്കിൽ BTech കോഴ്സാണോ, എന്താണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ ഞാനിങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടാവും. അല്ല അങ്ങനത്തെ സ്ഥാപനങ്ങൾ ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ബിഹേവിയർ ആരുടെ അടുത്തുണ്ട്? ഓൾറെഡി ഫേസ്ബുക്കിൻ്റെ അടുത്ത്, സോഷ്യൽ മീഡിയ അടുത്തുണ്ട്. അവർക്കൊരു ഐഡിയ ഉണ്ട്. ആ ഡീറ്റെയിൽ ടാർഗറ്റിങ് നമുക്ക് അവരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്താൻ പറ്റി. ആ രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടായിരിക്കണം എന്നുള്ള നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സോഷ്യൽ മീഡിയയിൽ സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യേണ്ടത്. അതിൽ നമ്പർ 1 എന്താണ്? ചൂസിങ് ദ റൈറ്റ് പ്ലാറ്റ്ഫോം. എല്ലാ പ്ലാറ്റ്ഫോമും എല്ലാം ഏതൊക്കെ പ്ലാറ്റ്ഫോമുള്ളത്? ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, ലിങ്ക്ഡിൻ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, സ്നാപ്ചാറ്റ് ഉണ്ട്, ടിക്ടോക്ക് ഉണ്ട്. ടിക്ടോക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല, പക്ഷേ UAE ഭയങ്കര പോപ്പുലറാണ്. ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അതിൽ നമുക്ക് ഏതാണ് വേണ്ടത് അതും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അവർക്ക് ലിങ്ക്ഡിൻ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഒരു പ്രൊഫഷണൽസിനെ ടാർഗറ്റ് ചെയ്ത് നടത്തുന്ന ഒരുപാട് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ട്. നമുക്കൊരു കസ്റ്റമർ ഉണ്ട് UAE. അവർ ചെയ്യുന്നത് വർക്കിംഗ് പ്രൊഫഷണലിനെ ടാർഗറ്റ് ചെയ്യുന്നത്. ഓൾറെഡി വർക്ക് ചെയ്യുന്ന പ്രൊഫഷണലായ ആളുകൾക്ക് അവർക്ക് MBA കോഴ്സ്, അവർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ അതൊക്കെ കൊടുക്കുന്ന സ്ഥാപനമാണ് ദുബായിലുള്ള. അപ്പോൾ അവർക്ക് എന്താ ചെയ്യുന്നത്? അപ്പോൾ അവരെ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ ലിങ്ക്ഡിൻ നമ്മൾ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ ചെയ്തിട്ടുണ്ട്. അവർ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വർക്കൗട്ട് ആകത്തില്ല. കാരണം എന്താ? ഇൻസ്റ്റയിൽ നമ്മൾ പ്രൊഫഷണൽസ് ആണ്, വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്, അവർ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അതിൽ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതലുള്ള യൂസേഴ്സ് ആരാ? യങ്സ്റ്റേഴ്സാണ്. മുമ്പത്തെ ഇതിലാണെങ്കിൽ കുറച്ചൊക്കെ മുമ്പാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മാക്സിമം ഒരു 20-25 വരെയുള്ള ആളുകൾ, ഇപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് കയറിയിട്ടുണ്ട്.
ഇപ്പോൾ ഒരു 30-35 വയസ്സിലുള്ള ആളുകളൊക്കെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരാണ്. 30-35, പിന്നെ നമ്മളെപ്പോലത്തെ ഈ മേഖലയുള്ള ആളുകളൊക്കെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കും. പക്ഷേ 40 ആൻഡ് എബോവ് ഒക്കെ ഫേസ്ബുക്കിലാണുള്ളത്. എന്നാൽ ഇപ്പോൾ നമ്മളൊക്കെ ഒരു ധാരണ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും ഇൻസ്റ്റാഗ്രാമാണ് നമ്പർ 1 സോഷ്യൽ മീഡിയയിൽ, ഇല്ലേ? വിചാരിക്കുന്നില്ലേ? ഫേസ്ബുക്കിലൊക്കെ ഇവിടെ പോയി ചോദിച്ചു നോക്കും നിങ്ങൾ, ഇവർക്കൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന്. ഇന്നലെ നമ്മളിവിടെ മീറ്റിംഗ് ചെയ്തപ്പോൾ പിന്നെ ഇന്നലെ നമ്മൾ ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് അവരോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ചാൽ ഒരൊറ്റ ഒന്നും ഫേസ്ബുക്ക് അക്കൗണ്ടില്ല. അവരൊക്കെ ഡിഗ്രി ഗ്രാജുവേഷൻ പഠിക്കുന്ന പിള്ളേർ, ഒരൊറ്റ ആൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടില്ല. അവർക്കൊക്കെ സ്നാപ്ചാറ്റ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അതാണ് റിയാലിറ്റി. ഈ ഏജ് ക്രൈറ്റീരിയ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ 20-25 ഇയേഴ്സുള്ള ആളുകൾ ബിസിനസ്സിലുണ്ടാകാൻ ചാൻസ് കുറവാണ്. ഉണ്ടാവാം, പക്ഷേ കുറവായിരിക്കും, അല്ലേ? ഒരു 30 പോയിക്കും അധികം സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നവർ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ബിസിനസ് ഉള്ളവരുണ്ടെങ്കിൽ ചിലപ്പം ഉണ്ടാവും, പക്ഷേ നമ്പേഴ്സ് കുറവായിരിക്കുകയാണ്. അപ്പോൾ ഒരു ബിസിനസ്സിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം എല്ലാവരും സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നു, നമ്മളെ മക്കളും പിള്ളേരും എല്ലാവരും ഇൻസ്റ്റാഗ്രാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ നമ്മുടെ ബിസിനസ്സിന് ഇൻസ്റ്റാഗ്രാം ചെയ്യണം എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? അങ്ങനെയല്ല ഡിസൈൻ ചെയ്യേണ്ടത്. നമ്മൾ അവിടെ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്നിടത്ത് എന്താണ് എൻ്റെ ടാർഗറ്റഡ് കസ്റ്റമർ, ഞാൻ ബിസിനസ് ചെയ്യാൻ പോകുന്ന എൻ്റെ ടാർഗറ്റഡ് കസ്റ്റമർ അവരെവിടെയുള്ളത്? ഞാനൊരു എഡ്യൂക്കേഷനിൽ +2 കഴിഞ്ഞ സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്തുള്ള ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഒബ്വിയസ്ലി യു ഷുഡ് ടാർഗറ്റ് ഇൻസ്റ്റാഗ്രാം. വെബീസ് AI അക്കാഡമിക്ക് വേണ്ടിയിട്ട് നമ്മളെ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമാണ്. കാരണം എന്താ? ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫേസ്ബുക്കിനേക്കാളും കൺവേർഷൻ നമുക്ക് ലഭിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. കാരണം എന്താ? അവിടെയുള്ള സ്റ്റുഡൻസാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ റൈറ്റ് ചാനൽ ചൂസ് ചെയ്യുന്നിടത്ത് ഒരുപാട് പ്രത്യേകത ഉണ്ട്. അത് വളരെയധികം ഏതൊരു ബിസിനസ്സാണ് നോക്കിയിട്ട്, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഫോർ എക്സാമ്പിൾ, റിയൽ എസ്റ്റേറ്റിലൊക്കെ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള കാശുള്ള ആളുകളാണ് അവർ പ്രോപ്പർട്ടി വാങ്ങാൻ നോക്കുക, അല്ലേ? അപ്പോൾ അവരെ പോയിട്ട് ഇൻസ്റ്റാഗ്രാം ആഡ് ചെയ്തപ്പോൾ ഒരു കാര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അവർക്ക് ഫേസ്ബുക്ക് ഒരു പക്ഷേ ഉണ്ടാവാം, ചിലപ്പോൾ അതിനേക്കാളും അവിടെ ബെസ്റ്റ് സ്ട്രാറ്റജിന്നാണ്. ഒന്ന് ലിങ്ക്ഡിൻ ബെസ്റ്റ് സ്ട്രാറ്റജിയാണ്, ഗൂഗിൾ ബെസ്റ്റ് സ്ട്രാറ്റജിയാണ്. അവർ സീരിയസ് ബയസ് ആയിരിക്കും, അവർക്ക് ഇതിന് സീരിയസ് ബയസ് ആയിരിക്കും, ബിസിനസ്സിൽ ബിസി ആളുകളായിരിക്കും, അവർക്ക് ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. അവർ എൻ്റർടൈൻമെൻറ്റ് ആളുകൾ ചാൻസ് കുറവായിരിക്കും. ഞാൻ പറഞ്ഞ ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഉള്ളവരുണ്ടാവാം, വളരെ ഭൂരിപക്ഷം എന്തായിരിക്കും അവർ സീരിയസ് ആയിട്ടുള്ള ആളുകൾ. അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടായിരിക്കും അവരെ പ്രോപ്പർട്ടി ബൈങ് ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് അവർക്ക് എന്ത് ടാർഗറ്റ് ചെയ്യേണ്ടി വരും? ഗൂഗിൾ സെർച്ച് ചെയ്യേണ്ടി വരും, ഗൂഗിൾ ആഡ്വേർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് ഏതാണെന്ന് മനസ്സിലാക്കുക, അവരുടെ ഗ്രൂപ്പ് എന്താ, ഏജ് ക്രൈറ്റീരിയ, ആ ടാർഗറ്റ് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യുക എന്നുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ ഡിഫൈൻ ചെയ്യുമ്പോൾ കസ്റ്റമറായിട്ട് ആലോചിച്ചിട്ട് കസ്റ്റമറോട് ചോദിക്കുക, നിങ്ങളെ ഏതാണ് നിങ്ങളുടെ ടാർഗറ്റ് ഗ്രൂപ്പ്, ഏതാണ് നിങ്ങളുടെ ജിയോഗ്രഫി ലൊക്കേഷൻ, അതിൽ വ്യക്തത വരുത്തിയിട്ടാണ് ആ ഡിഫൈൻ ചെയ്തിട്ട് വേണം നമ്മൾ ചാനൽ ചൂസ് ചെയ്യാൻ. നമുക്കറിയാം ഏത് ചാനലാണ് ഏതിനാണ് ബെസ്റ്റ് എന്നുള്ളത്. എന്നിട്ട് സെറ്റ് ചെയ്തിട്ടായിരിക്കണം ക്യാമ്പയിന് സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയ ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്കൊരു ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ചെയ്യണമെന്ന് വിചാരിച്ചു. ഒരു ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ചെയ്യണം. ഒരു ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ചെയ്യുന്നത് എന്തിനാണ്? എൻ്റെ ബിസിനസ്സിലേക്ക് എനിക്ക് ലീഡ്സുകൾ കിട്ടണം. ആ ഒരു ഉദ്ദേശം വെച്ച് ഞാൻ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ചെയ്യുന്നത്. അങ്ങനെ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓഡിയൻസിനെ ബിൽഡ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതായത് ഒരു ബ്രാൻഡിങ് ചെയ്യുക, ഒരു റീച്ച് ക്യാമ്പയിൻ ചെയ്യുക. ഒരു റീച്ച് ക്യാമ്പയിൻ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു 1000 rupees വെച്ചിട്ട് ഒരു റീച്ച് ക്യാമ്പയിൻ നിങ്ങൾ ടാർഗറ്റ് ഗ്രൂപ്പിൽ ചെയ്യും. റീച്ച് ക്യാമ്പയിൻ ഒരു 2 weeks 3 weeks ആയിട്ട് ചെയ്യുക ആദ്യം. അത് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ക്യാമ്പയിനിൽ ആ ഒരു വീഡിയോ, ആ റീൽസാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ബാനർ എന്തായാലും, ആ റീൽസ് വാച്ച് എത്ര ആൾ എൻഗേജ് ചെയ്യുന്നുണ്ട് അവരെ നിങ്ങൾക്ക് റീടാർഗറ്റ് ചെയ്തിട്ട് ലീഡ് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും. കാരണം എന്താ? ആ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിനിൽ, ആ റീച്ച് ക്യാമ്പയിനിൽ എത്ര ആരൊക്കെ എൻഗേജ് ചെയ്തോ അവരെ നമുക്ക് റീടാർഗറ്റ് ചെയ്യുന്നതോടുകൂടി ആ എൻഗേജ് ചെയ്യുന്ന ഒരാൾ താല്പര്യമുള്ളവരായിരിക്കും, അല്ലേ? നമ്മുടെ ബിസിനസ്സോ സർവീസിനെ പറ്റി നമ്മൾ പ്രൊമോട്ട് ചെയ്ത് റീൽ ഇട്ടു, ആ റീല് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ട് ആ വീഡിയോ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അയാൾ നമ്മുടെ സർവീസിൽ ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആണ്, നമുക്കറിയാം. അതുകൊണ്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ വ്യൂസ് റേറ്റും അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കാണാൻ പറ്റും. അത് ഓഡിയോ ഇപ്പോൾ ഇത്ര ആളുകൾ കണ്ടിട്ടുണ്ട്, എത്ര പേഴ്സണേജ് ആളുകൾ ഫുള്ള് കണ്ടിട്ടുണ്ട്, അവരെ നമുക്ക് റീടാർഗറ്റ് ചെയ്ത് ലീഡ് ജനറേഷൻ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി കൺവേർഷൻ കിട്ടും. അങ്ങനെയാണ് ശരിക്കും ക്യാമ്പയിൻ ചെയ്യേണ്ടത്. അത് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് അതിൽ ഓപ്ഷൻസ് ഉണ്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ ഈ സ്ട്രാറ്റജികൾ നിങ്ങളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ വർക്ക് ചെയ്യുന്ന കസ്റ്റമറിലോ നമ്മൾ ശരിക്കും ഫോളോ ചെയ്യണം എന്നുള്ളതാണ്.